പശ്ചിമ ബംഗാൾ സിലിഗുരിയിലെ ട്രെയിൻ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. തകർന്ന ബോഗികൾ മാറ്റാനും പാളങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ മന്ത്രാലയം 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സിഗ്നൽ തെറ്റിച്ചു വന്ന ചരക്ക് തീവണ്ടി കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. സിലിഗുരിയിലെ ട്രെയിൻ അപകടത്തിൽ 15 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക വിവരം. 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഗുരുതര പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നൽകും. നിസ്സാര പരിക്കേറ്റവർക്ക് 50,000 രൂപ ലഭിക്കും. നേരത്തെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായതായും ട്രാക്ക് പുനഃസ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതായും അപകടസ്ഥലം സന്ദർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. रेस्क्यू ऑपरेशन कंप्लीट हुआ है, अभी रेस्टोरेशन पे पूरा फोकस है. ये मेन लाइन है और किसी भी तरीके से ये पॉलिटिक्स का समय नहीं है. अभी सारा फोकस होना चाहिए रेस्क्यू और रेस्टोरेशन पे. पैसेंजर सेफ्टी के लिए बहुत बड़ा फोकस है जैसा आप स्वयं जानते भी हैं. मैं इसके बारे में बाद में डिटेल में चर्चा करूंगा. अभी मैं जरा पहले रेस्क्यू और रेस्टोरेशन ऑपरेशन का पूरा जायजा ले लूं और उसके बाद में पेशेंट से मिलने जाऊंगा. ഇന്ന് രാവിലെ 8:30 അപകടമുണ്ടായത്. സിഗ്നൽ തെറ്റിച്ചു വന്ന ഗുഡ്സ് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു തുടങ്ങിയവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.